guys, welcome back to my channel. This is me Rahna and ഇന്നലെ നമ്മൾ ഒരു 7 days സ്കിൻ കെയർ ചലഞ്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേ 2 ആണ് ഇന്ന്. സോ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക, അതിനുശേഷം നമ്മൾ വീഡിയോയിലോട്ട് വരിക. സോ വൺസ് അഗൈൻ വെൽക്കം ടു 7 days സ്കിൻ കെയർ ചലഞ്ച് ഡേ 2. അപ്പോൾ ഗായ്സ്, ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. നമുക്കിതിൽ കുറച്ച് പാലിക്കേണ്ട ഗോൾഡൻ റൂൾസ് ഉണ്ട്. അതായത് നമ്മളെ സ്കിൻ കെയർ ചലഞ്ച് ഒന്നുകൂടി എഫക്റ്റ് ചെയ്യാനുള്ള ഗോൾഡൻ റൂൾസാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മൾ ഡെയിലി ക്ലൻസ് ചെയ്യണം നമ്മുടെ മുഖം. സെക്കൻഡ് തിങ്, 2 to 3 ലിറ്റർ വാട്ടർ ഡെയിലി കുടിക്കുക. അതായത് നമ്മൾ എന്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താലും നമ്മളെ ബോഡിക്ക് നമുക്ക് അകത്ത് കൂടെ എന്തെങ്കിലുമൊക്കെ ചെല്ലണം. അപ്പം നമ്മൾ 2 to 3 ലിറ്റർ വാട്ടർ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ റിസൾട്ട് വരും. അതായത് നമ്മുടെ ബോഡി മൊത്തം ഹൈഡ്രേറ്റ് ആയിട്ട് എടുക്കാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് തേർഡ് തിങ്, ആവശ്യമില്ലാതെ മുഖത്ത് തൊടുന്നത് നിർത്തുക. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തൊടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അഴുക്കെല്ലാം മുഖത്താവും. അത് നമുക്ക് മുഖക്കുരു വരാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള കുറച്ച് പ്രോബ്ലംസ് വരാനും നമുക്ക് കാരണമാവും. സോ അത് അവോയ്ഡ് ചെയ്യാം. ആൻഡ് എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവൻ നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് ഓരോ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം ഹൈഡ്രേറ്റ് ആവും. അത് ലോക്ക് ചെയ്ത് വെക്കാനാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 7 to 8 hours സ്ലീപ്പ്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആസ് യൂഷ്വൽ സ്റ്റേ ഹാപ്പി. ഓക്കെ, അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഒരു പഴമാണ്. നമുക്ക് നേന്ത്രപ്പഴമായാലും ചെറുപഴമായാലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ നല്ല ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഹാഫ് പഴം എടുത്താൽ മതി. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു ഫുള്ള് പഴം എടുത്തോ. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കാം. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ അത് ചേർത്തോ, അല്ലെങ്കിൽ സാധാ മഞ്ഞൾ ചേർത്തോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മഞ്ഞൾ അരച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് മഞ്ഞളാണ്, അത് അരച്ചിട്ടാണ് ചേർത്തുള്ളത്. പിന്നെ നല്ല തേന്, നാടൻ തേനാണിത്. അതൊരു 1 tablespoon ഒക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം നമുക്ക് ഈ കൺസിസ്റ്റൻസി മതി. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ അഴുക്ക് കൂടെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് ബാഡ് എഫക്റ്റാണ് തരിക. അപ്പോൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുഖം കഴുകാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഉണ്ടാക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പ് കിട്ടും. ഈ കോഴി എന്നെ എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. നേരെ ഉച്ചയായി, എന്നാലും ഇപ്പോഴാണ് കൂവുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഇടയ്ക്ക് അപ്ലൈ ചെയ്യാറുള്ളത് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്, എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് നടത്താതെ അപ്ലൈ ചെയ്യരുത്. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അലർജി ആയിരിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അലർജി എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം അലോവേര നന്നായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. അലർജി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം അലോവേര തേച്ചപ്പോൾ എൻ്റെ മുഖത്തോടെ എല്ലാം ചെറുതായിട്ട് നിറയെ കുരു വന്നാൽ തുടങ്ങി. അപ്പോൾ ആദ്യം വിചാരിച്ച് ഞാനന്ന് വേടിച്ചൊരു അലോവേര യൂസ് ചെയ്തിരുന്നു, അതിൻ്റെ എടുക്കുമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നമ്മുടെ നോർമൽ ഫ്രഷ് അലോവേര യൂസ് ചെയ്തപ്പോഴും സെയിം എഫക്റ്റ്. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴാണ് ഇങ്ങനെയാണ് അലർജി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഞാനിപ്പോൾ നല്ല തിക്ക് ലെയറിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, നല്ല തണുപ്പുണ്ട്.
കയ്യിൽ ഈ സാധനം കെട്ടിയോണ്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കുറച്ച് പാടാണ്. അതാണ് ഞാൻ സ്പൂൺ എടുത്തത്. പക്ഷെ അത് അധികം മേലെ പാട്. നോക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. എനിക്ക് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം, അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 വിരൽ യൂസ് ചെയ്യാം. കൈ തിരിക്കുമ്പോൾ നല്ല വേദന ഉണ്ട്. പഴത്തിൻ്റെ മാങ്ങ അടിച്ചിട്ട് കഴിക്കാൻ തോന്നുന്നു. കുഴപ്പമില്ല, നമുക്കിപ്പോൾ കഴിക്കാനല്ല, നമ്മൾ സ്കിന്ന് നേരാക്കാനാണ് നമ്മുടെ പണി. കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ത് തേക്കാണെങ്കിലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എങ്കിലും റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് തേക്കുമ്പോഴും കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാം. കൈ വേദനിക്കുന്നു, കുഴപ്പമില്ല, തീർന്നു. അപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ചെറുപഴം ഇല്ലേ, ചെറുപഴം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ, നമ്മളെ ബോഡീനെ, സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹണി, ഓഫ് കോഴ്സ്, നല്ല ഹൈഡ്രേഷൻ തരുന്നൊരു സാധനമാണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈഡ്രേഷനാണ്, അതുകൊണ്ടാണ് ഈ പാക്ക് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ടേമറിക് ആണെങ്കിൽ നല്ല ഗ്ലോ തരും മുഖത്തിന്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടും. ഒരു വട്ടം യൂസ് ചെയ്താൽ തന്നെ നല്ല ഹൈഡ്രേഷൻ, നല്ല സ്മൂത്ത്, നമുക്ക് മുഖത്ത് നല്ല സ്മൂത്ത്നെസ് തോന്നും നമുക്ക് ഒറ്റ തവണ അപ്ലൈ ചെയ്താൽ തന്നെ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഒറ്റ തവണ തന്നെ നല്ല ഹൈഡ്രേഷൻ, ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നല്ല മഴയാണ്, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മഴ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളം കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാൻ. ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. നമുക്കത് കൂടെയൊക്കെ ഒരു ഹോം ടൂറൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുഖം തുടച്ചപ്പോൾ മുഖം ഇങ്ങനെയാണ്. നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് പോയിട്ടില്ലേ. അപ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഒറ്റ ദിവസം തന്നെ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡേ 1 ചെയ്തിട്ട് വേണം ഡേ 2 ചെയ്യാൻ. കാരണം ഡേ 1 നമ്മൾ ഒരു സ്ക്രബിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡേ 2 നമ്മൾ അതെന്തൊക്കെ ഹൈഡ്രേഷന് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 കണ്ടിട്ട് അത് ചെയ്യുക. ഇത് ഡേ 2 ആയിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ദിവസേന 2-3 ലിറ്റർ വാട്ടർ എന്തായാലും കുടിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, ഒരു 7-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. പിന്നെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ താഴെ പോയിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെന്താ,
അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡേ 2 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡേ 3ക്കുള്ള നാളെ നമ്മൾ ഡേ 3 ആയിട്ട് വരുന്നതായിരിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട്, സോറി. അപ്പോൾ നമ്മൾ നാളെ ഡേ 3 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യുക, നാളെ ഡേ 3യുടെ വീഡിയോ ഇടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അതുപോലെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനുള്ള വീഡിയോസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. And the important thing, don't forget to subscribe, like and share. Also നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നാളെ അടുത്തൊരു പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.